ജിമ്മിലൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. നല്ല മസിലൊക്കെ സൂപ്പർ അല്ലേ? പിന്നല്ലേ അതെ, നമുക്ക് ടേപ്പ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അതെ, പിന്നെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ നമുക്ക് ഡിവൈസ് ഉണ്ട്. ഇതാണ് ഡൈനമോ മീറ്റർ എന്ന് പറയുന്നത്. പറ്റും. ഈ ഡൈനമോ മീറ്റർ വെച്ചിട്ട് നമുക്ക് ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഓവറോൾ മസിൽ സ്ട്രെങ്ത് എങ്ങനെയുണ്ട്. അതെ, അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ചിലർക്ക് ഈ പറഞ്ഞ ബൾക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ സ്ട്രെങ്ത് നോക്കുമ്പോൾ കുറവായിരിക്കും. മനസ്സിലായി? അപ്പം ബൾക്ക് മാത്രമല്ല, പെരിപ്പിക്കലിനൊപ്പം നമുക്ക് സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ, നീ നോക്കിണ്ടോ ഒരു ഇതിൽ? റൈറ്റ്, അപ്പൊ നമുക്ക് നോക്കാലോ ഒന്ന്. പക്ഷെ ഈ ഇരിപ്പ് ശരിയാവില്ല. നമ്മളെ നോക്കുമ്പോഴത്തേക്കും കാലെപ്പോഴും ഫ്ലോറിൽ പ്ലേസ് ചെയ്തിരിക്കണം. അതെ, നിന്ന് ഇവിടെ ഇവിടെ ഇരിക്കാലോ, സുഖമായിട്ട് സുഖം. ഇതില് ഡിവൈസ് ഇങ്ങനെ വെച്ചതിന് മുമ്പ് ഡിവൈസ് ഓൺ ആക്കി നമ്മുടെ കൈയുടെ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായി? ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. എൽബോ ഇങ്ങനെ ആയിരിക്കണം. ഈ കൈ ഫ്രീ ആയിട്ട് കിട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഇതിങ്ങനെ വെക്കുക അകത്തോട്ടായിട്ട്. പിന്നെ ഇപ്പൊ ഡിവൈസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഹോൾഡ് ചെയ്തോളൂ. 1 2 3 പിടിച്ചോ. ഒരു 5 സെക്കൻഡ് ഒന്ന് പിടിച്ചോ. ഓക്കെ, റൈറ്റ്. ഇപ്പൊ നിനക്ക് ഇപ്പം 43.4 ഉണ്ട്. നല്ലതാ. മനസ്സിലായില്ലേ? പറഞ്ഞാല് നമുക്ക് ഒരു 3 റീഡിങ് എടുക്കാം. എന്നിട്ട് അതിന്റെ ഹയസ്റ്റ് ആണ് നമ്മൾ സാധാരണ നോക്കുന്നത്. അപ്പൊ ഇപ്പൊ നിനക്ക് 43.4 വരെ ഉണ്ട്. ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം. നോക്കൊന്നുകൂടി. അതെ, പിടിക്കട്ടെ. റൈറ്റ്. അല്ലോ, അപ്പൊ 100 പിടിച്ചപ്പോ 52. അപ്പൊ ഇതില് നമ്മൾ 3 പ്രാവശ്യം പിടിച്ചിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ത് വരുന്നോ അത് വരാം. അപ്പൊ നിന്റെ ബസിൽ ബൾക്കും കൊള്ളാം, സ്ട്രെങ്തും കൊള്ളാം. മനസ്സിലല്ലേ? അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് ഇനി ലെഫ്റ്റ് ഇടത് കയ്യിലുള്ള കൂടെ നോക്കാം. സ്റ്റാർട്ട്. പിടിച്ചോ. റൈറ്റ്. അപ്പൊ ഇതിലും 50 ഉണ്ട്. അപ്പൊ നല്ലതാണ്. അപ്പൊ മറ്റേ കയ്യിൽ നമുക്ക് 52 കിട്ടി, ഇതിലൊരു 15 കിട്ടി. അപ്പം സാധാരണ 2 കയ്യിലുള്ള ഒരു നമ്മുടെ ഒരു ഡോമിനന്റിന്റെ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയൊരു മാറ്റം വരാം. അപ്പൊ അതൊരു 5 തൊട്ട് 10% വരെ വരാമെന്നോ. അപ്പൊ നിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ 5% താഴെയുള്ള വ്യത്യാസം. അപ്പൊ 2 സൈഡിലും അടിപൊളിയാണ്. സാർ, ഈ മീറ്ററിനകത്തെ നമുക്ക് പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യസ്ത ഇതുണ്ടോ? ഉണ്ട്. കാരണം നമുക്ക് പുരുഷന്മാരില് 28-ന് താഴെയാണെങ്കിൽ ലോ മസിൽ സ്ട്രെങ്ത് ആണ്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ 18-ന് താഴെയാണെങ്കിൽ ലോ മസിൽ സ്ട്രെങ്ത് ആണ്. അതെ, അപ്പൊ അതിന് മേലെ ഉണ്ടെങ്കിൽ ഗുഡ് മസിൽ സ്ട്രെങ്ത് ആണ്. അതെ. അപ്പം ഇതിന്റെ വിലയൊക്കെ എങ്ങനെ? ഭയങ്കര വിലയായിരിക്കോ? ഇല്ല, ഇതിനകത്ത് അത്ര വിലയൊന്നും ഇല്ല. ഇതൊരു 1500 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. ഓൺലൈനിലൊക്കെ കിട്ടും. ഇപ്പൊ പല ജിമ്മുകളിലും പലരൊക്കെ വെച്ചിട്ടുണ്ട്. അതെ, സ്ട്രെങ്ത് ഉണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് റൈറ്റ് സൈഡിൽ 42 കിട്ടി. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് 34 ഉള്ളൂ. അപ്പൊ എന്റെ ലെഫ്റ്റ് ഇച്ചിരി കുറച്ച് നല്ലോണം വീക്കാ. അതെ. പിന്നെ നേരത്തെ ജിമ്മിലൊക്കെ പോയിട്ട് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ഇപ്പൊ പോകാൻ പറ്റുന്നില്ല. അതെ. ഒന്ന് പതുക്കെ സ്ട്രെങ്ത് ആക്കണം ഒന്നുകൂടി.